സസ്തനികളുടെ ഫെലിഡേ കുടുംബത്തിലെ പാന്തറ ജനുസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വലിയ പൂച്ചകൾ എന്നർത്ഥം വരുന്ന പാന്തറ ലിയോ എന്നതാണ്. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ കടുവയ്ക്ക് ശേഷം മാർജാര വർഗത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. എന്നാൽ ഏഷ്യയിലുള്ളത് ഇന്ത്യയിലെ ഗിർ വനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ്. എന്നാൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന ഏറ്റവും വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു. ആഫ്രിക്കയുടെയും യുറേഷ്യയുടെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പടിഞ്ഞാറൻ യൂറോപ്പ് മുതൽ ഇന്ത്യ വരെ, അമേരിക്കയിലും യൂണിക്കോൺ വരെ, പെറു വരെയും സിംഹങ്ങൾ അധിവസിച്ചിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും അതുപോലെ തന്നെ മറ്റ് കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും 20 വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട്. സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതലായും വസിക്കുന്നത്. എന്നാൽ ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളിലും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ സിംഹങ്ങൾ സമൂഹ ജീവികളാണ്. പെൺസിംഹങ്ങളെ ലയണസ് എന്നും സിംഹക്കുട്ടിയെ കബ് എന്നുമാണ് വിളിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ്. പെൺസിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടുന്നു. എന്നാൽ പ്രകൃതിയിലെ പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ അപെക്സ് പ്രിഡേറ്റർ ഉൾപ്പെടെ സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജികളായി മാറാറുണ്ട്. പരുക്കോ മറ്റ് ആവശ്യകതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇവർ നരഭോജികളാകുന്നത്. എന്നാൽ സിംഹം നിലനിൽപ്പ് അപകടകരമായ ലിസ്റ്റിൽ പെടുന്നു. കഴിഞ്ഞ 2 ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം 30% മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ട്. സംരക്ഷിത വനമേഖലകളിലും ദേശീയ ഉദ്യാനങ്ങൾക്കും പുറത്ത് സിംഹങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവാണ്. എന്നാൽ സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വെളിവായിട്ടില്ല. ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിലും വേട്ടയാടലുമാണ് ഇതിൻ്റെ പ്രധാന കാരണം സിംഹങ്ങളുടെ എണ്ണം കുറയാൻ. പിന്നീട് റോമാ സാമ്രാജ്യത്തിൽ വളരെയധികം സിംഹങ്ങളെ കൂട്ടത്തോടെ വളർത്തിയിരുന്നു. ഗ്ലാഡിയേറ്ററുമായി പൊരുതാനായിരുന്നു ഇത്. എന്നാൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നവരെ സിംഹങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്ന ശിക്ഷാരീതിയും അവിടെ നിലനിന്നിരുന്നു. എന്നാൽ ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗശാലകൾ ഏഷ്യൻ സിംഹങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പലതരം പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ആൺ സിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നു. മനുഷ്യ സംസ്കാരത്തിൽ സിംഹം, പ്രത്യേകിച്ച് സിംഹത്തിൻ്റെ തല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ്. എന്നാൽ പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവ് നൽകുന്നു.